ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ഫ്രീഡം മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മൾ വരിക വരിക സഹചര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാനം നമ്മൾ പാടിയിരിക്കുന്നു. നമ്മളിവിടെ ലാസ്റ്റ് ഭാഗത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതുപോലെ നടന്നിരിക്കുന്ന സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണ് എന്നിവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കുക. നിങ്ങളുടെ വീട്ടിൽ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. വയസ്സായിട്ടൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്. മലബാർ റിബലീനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മലബാർ കലാപം നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ വേറെ ഇതുപോലത്തെ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിവിടെ കൂട്ടിച്ചേർക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. വൈക്കം സത്യാഗ്രഹമുണ്ട്, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ കേരളത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്നിരിക്കുന്ന പലതും കേരളത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഏതൊക്കെയാണ്? നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാൾട്ട് ദ സ്ട്രഗിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ കേരളത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ ഓൾറൗണ്ടായിട്ട് നടന്നിരിക്കുന്നത് കേരളം ഭാഗമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ എഴുതുക. ദെൻ ഇവിടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള ഒരുപാട് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. പേര് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓരോ പേരുകളും കേളപ്പനൊക്കെ എന്താണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കേളപ്പനാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ പേരുകൾ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? നമുക്ക് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ക്വിറ്റ് ഇന്ത്യയാണ് നമ്മളിനി അടുത്ത് പറയാൻ ബാക്കിയുള്ളത്. നമുക്കൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു വായിക്കാം. ജവഹർലാൽ നെഹ്റു പ്രസൻറ്റഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അറ്റ് ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ ബോംബെ. ഇയർ കൊടുത്തിട്ടുണ്ട് 1942 ആണ്, 1942. ജവഹർലാൽ നെഹ്റു പ്രസൻറ്റഡ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ അറ്റ് ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ ബോംബെ. ബോംബെയിൽ നടന്നിരിക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു എന്ത് അവതരിപ്പിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു. എവിടെ വെച്ചിട്ടായിരുന്നു സമ്മേളനം നടന്നത്? ബോംബെയിൽ വെച്ചിട്ട്. ഏതിൻ്റെ സമ്മേളനമായിരുന്നു? കോൺഗ്രസ് സെഷൻ. കോൺഗ്രസ് സമ്മേളനത്തിൽ ബോംബെയിൽ വെച്ച് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ആശയം അല്ലെങ്കിൽ പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെയോ ദെൻ ഗാന്ധിജി കോൾഡ് ഫോർ ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഇതുവരെ നമ്മൾ ഫ്രീഡം മൂവ്മെൻ്റ് ഒക്കെ നടത്തി വന്നിട്ടുണ്ട്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ എത്തുമ്പോഴെന്താണ് സംഭവിക്കുന്നത്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമ സമരമായിട്ട്, അൾട്ടിമേറ്റ് സ്ട്രഗിളായിട്ട് നമ്മളെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ മാറ്റുകയാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി. അപ്പോൾ ആരാണ് അവതരിപ്പിക്കുന്നത്? നെഹ്റു ആണ് അവതരിപ്പിക്കുന്നത്. ഗാന്ധിജിയാണ് ഇതിനെ ഒരു അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോമായിട്ട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്. ദെൻ ഗാന്ധിജി കോൾഡ് ഫോർ ദ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോർ ഫ്രീഡം. ഫ്രീഡം ലഭിക്കുവാനുള്ള, സ്വാതന്ത്ര്യം ലഭിക്കുവാനുള്ള ഏറ്റവും അൾട്ടിമേറ്റ് സ്ട്രഗിളായിട്ട് ഗാന്ധിജി ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ അതായിട്ട് മാറ്റുകയാണ്, അല്ലെങ്കിൽ അതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അടുത്ത വാക്ക് എന്താ പറയുന്നത്? ലെറ്റ് us prepare for the ultimate struggle. let us prepare, നമുക്ക് പ്രിപ്പയർ ആവണം. let us prepare for the ultimate struggle. നമുക്ക് അവസാന സമരത്തിന് ഒരുങ്ങേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സീരീസ് ഓഫ് സ്ട്രഗിൾസ് നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യയിൽ എങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നത്, ബ്രിട്ടീഷുകാരുടെ ക്രൂവൽറ്റി എത്രത്തോളമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ഒരു അൾട്ടിമേറ്റ് സ്ട്രഗിളിന് വേണ്ടിയിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. എ സ്ട്രോങ് സ്ട്രഗിൾ ദാറ്റ് എക്സൽ ഓൾ ഏർലിയർ സ്ട്രഗിൾസ്. എന്താ പറഞ്ഞിരിക്കണേ? ഇതുവരെ നടന്നിരിക്കുന്ന സമരങ്ങൾ പോലെയൊന്നുമല്ല, അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള, അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള, മറ്റ് സമരങ്ങളെയെല്ലാം പിന്നിലാക്കുന്ന രീതിയിൽ, ഏറ്റവും ശക്തമായ രീതിയിൽ നമുക്കിനി സ്ട്രഗിള് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ, സമരം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. Till now,
We protested in the peaceful way. Till now we protested in a peaceful way. ആ പീസ്ഫുൾ വേ ഏതായിരുന്നു? ഗാന്ധിജിയുടെ സമരമാർഗം ഏതായിരുന്നു? നിങ്ങൾ പറഞ്ഞേ, ഏതായിരുന്നു ഗാന്ധിജിയുടെ സമരമാർഗം? ഹിംസയാണോ അഹിംസയാണോ? അഹിംസയാണല്ലേ. സത്യാഗ്രഹത്തിൻ്റെ വഴികളിലൂടെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയാണ് ഗാന്ധിജിയുടെ എല്ലാ സമരവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതാണ് പറഞ്ഞത്. ഇതുവരെ വളരെ സൗമ്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ, വളരെ ശാന്തമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ സമരങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ടിൽ നൗ വി പ്രൊട്ടസ്റ്റഡ് ഇൻ എ പീസ്ഫുൾ വേ. ടിൽ നൗ ഇതുവരെ. വി പ്രൊട്ടസ്റ്റഡ് ഇൻ എ പീസ്ഫുൾ വേ. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് നമുക്കിത് അവസാനിപ്പിക്കണം, സ്വാതന്ത്ര്യം നേടിയെടുക്കണം. നമ്മുടെ സമരങ്ങളിന് ഈ രീതിയിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന്, എത്രയും വേഗത്തിൽ നീക്കാമോ അത്രയും വേഗത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നൗ ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദിസ് അപ്പ് ആസ് ഏർലി ആസ് പോസിബിൾ. ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഡൗട്ട് വരുന്നതിനും അണ്ടർലൈൻ ചെയ്തോളൂ. എത്ര വേഗത്തിൽ കഴിയുമോ അത്രയും വേഗത്തിൽ. അതാണ് ആസ് ഏർലി ആസ് പോസിബിൾ എന്ന് പറയുന്നത്. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ. അതിൻ്റെ അർത്ഥം എന്താണ്? ലീവ് ഇന്ത്യ, ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യയാണ് നമ്മുടെ സ്ലോഗൻ. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ, ലീവ് ഇന്ത്യ ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. ഈ മൂവ്മെൻറ്റിൽ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ, 1942 നടക്കുന്ന ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ ഏറ്റവും വിഗറായിട്ട് മാറിയത് എന്താണ്? ഏറ്റവും ആവേശമായിട്ട് മാറിയത് ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ തന്നെയാണ്. ഡു ഓർ ഡൈ. ഇത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ദ എക്സ്ഹോർട്ടേഷൻ ഓഫ് ഗാന്ധിജി വാസ് ടേക്കൺ അപ്പ് ബൈ ദീസ് മാസസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ്ഹോർട്ടേഷൻ നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. എക്സ്ഹോർട്ടേഷൻ, ആഹ്വാനം ചെയ്യുക. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഒരു വാചകം ഗാന്ധിജി ആഹ്വാനം ചെയ്യുന്നത് എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയുണ്ടായി. മാസസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? എല്ലാ ജനങ്ങളും, വിദ്യാർത്ഥികളും അധ്യാപകരും സ്വാതന്ത്ര്യ സമര സേനാനികളും എല്ലാവരും, രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയുണ്ടായി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ, ദ എക്സ്ഹോർട്ടേഷൻ of Gandhiji was taken up by the masses. Everyone, നോക്കിക്കോളൂ, ഇതാ പറഞ്ഞിരിക്കുന്നത് everyone including students joined the struggle. വിദ്യാർത്ഥികളടക്കം, everyone including students, വിദ്യാർത്ഥികളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. joined in the struggle. We observe August 9 as Quit India Day. Quit India Day ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നപ്പോഴാണ് ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. ഇതാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യയെ പറ്റിയിട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ജവഹർലാൽ നെഹ്റുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗാന്ധിജിയെ ഇതിനെ ഏറ്റവും അവസാനം നമ്മൾ അൾട്ടിമേറ്റ് സ്ട്രഗിൾ ഫോം ആക്കിയിട്ട് ഇതിനെ ആഹ്വാനം ചെയ്യുകയാണ്. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം എവിടെയാണ് വരുന്നത്? ക്വിറ്റ് ഇന്ത്യയിലാണ് വരുന്നത്. പിന്നെയോ സ്ലോഗൻ എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ. അതിൻ്റെ അർത്ഥം എന്താണ്? ലീവ് ഇന്ത്യ, ഇന്ത്യ വിട്ടു പോവുക അല്ലെങ്കിൽ ഇന്ത്യ വിടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമരത്തിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നത്. ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ ആഡഡ് വിഗർ ടു ദ സ്ട്രഗിൾ. കൂടുതൽ ആവേശമായിട്ട് മാറി അല്ലെങ്കിൽ കൂടുതൽ ശക്തി പകരാൻ ഈ ഒരു സ്ലോഗവും സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ലോഗനും സഹായിച്ചിട്ടുണ്ട്. സ്ലോഗൻ എന്താണ്? മുദ്രാവാക്യം. ഈ ഒരു സ്ലോഗനും സഹായിച്ചിട്ടുണ്ട്. പിന്നെയോ we have several other leaders who fought bravely for freedom. Let us familiarize them. We have several other leaders. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഒരുപാട്
മറ്റ് നേതാക്കന്മാർ കൂടിയുണ്ട്, ലീഡേഴ്സ് കൂടിയുണ്ട്. ഹു ഫാറ്റ്, FOUGHT എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഫാറ്റ്, ഫാറ്റ്. ഹു ഫാറ്റ് ബ്രേവ്ലി ഫോർ ഫ്രീഡം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ധീരമായി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള മറ്റ് നേതാക്കൾ, ഒരുപാട് അനവധി നേതാക്കൾ കൂടിയുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. ലെറ്റേഴ്സ് ഫെമിലിയറൈസ്. ഫെമിലിയർ ആവുക എന്താണ്? പരിചയപ്പെടുക. ലെറ്റേഴ്സ് ഫെമിലിയറൈസ് ദം. അതിനു മുന്നേ നമുക്കിവിടെ എഴുതിയിരിക്കുന്ന ഇതുകൂടി, ഈ ഭാഗം കൂടി ഒന്ന് വായിച്ച് നോക്കാം. The United Nations has declared October 2nd, the day of Gandhiji's birth, as World Non-Violence Day. World Non-Violence Day എപ്പോഴാണ്? October 2nd. World Non-Violence Day അണ്ടർലൈൻ ചെയ്തോളൂ. This is the world's recognition of Mahatma Gandhi's message of ahimsa. This is the world's recognition of Mahatma Gandhi's message of ahimsa. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഹിംസ എന്ന് പറയുന്ന ഒരു സന്ദേശം ലോകത്തിന് സംഭാവന നൽകിയതിൻ്റെ ആദര സൂചകമായിട്ടാണ് October 2nd വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? October 2nd declared as the World Non-Violence Day. ക്ലിയർ ആയോ? ആരാണ് ഡിക്ലെയർ ചെയ്തത്? യുണൈറ്റഡ് നേഷൻ എന്താണ്? നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ്, UN എന്നാണ് ചുരുക്കി പറയുന്നത്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും, UN പഠിക്കും. ക്ലിയർ ആയില്ലേ? ഇത് നോക്കിയേ, ഒരുപാട് ആൾക്കാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോളൂ, ആരുടെയൊക്കെ പേരാണ് കൊടുത്തിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, ഡോക്ടർ S രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതും ബൈഹാർട്ട് പഠിക്കേണ്ടതില്ല, നമ്മൾ കുറച്ച് പേരുടെ പേരൊക്കെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആയോ? ഇതിൻ്റെ അവസാന ഭാഗം എന്താണ് സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. It was the result of the sacrifice and struggles of several such brave patriots that India became independent on 15th August 1947. It was the result of sacrifice and struggle of several such brave patriots. ഒരുപാട് ദേശസ്നേഹികളുടെ ത്യാഗത്തിൻ്റെയും സമരത്തിൻ്റെയും ഫലമായിട്ടാണ് നമുക്ക് 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലുടനീളം എന്ത് പഠിച്ചു? ഗാന്ധിജി തിരിച്ചു വരുന്നത് പഠിച്ചു, ബ്രിട്ടീഷുകാരുടെ ക്രൂവൽറ്റി മനസ്സിലാക്കി, ഡിഫറെൻറ്റ് സ്ട്രഗിൾസ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെയോ ജാലിയൻ വാലാബാഗ് എന്താണെന്ന് കണ്ടു, ജാലിയൻ വാലാബാഗിൻ്റെ ഇൻസിഡൻറ്റ് എന്താണെന്ന് കണ്ടു. ഒരുപാട് പേര് ഷോട്ട് ഗൺ ചെയ്യപ്പെട്ട കണ്ടു, വെടിവെച്ച് കൊല ചെയ്യപ്പെട്ട കണ്ടു. ഒരുപാട് പേർക്ക് അതിൽ ക്രൗഡിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരുപാട് റഷിൽ നിന്ന് തന്നെ പരിക്ക് പറ്റുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഗാന്ധിജി അവിടെ എൻട്രി ചെയ്യാൻ ശ്രമിക്കുന്നു, അതിൽ സാധ്യമാകുന്നില്ല, ബ്രിട്ടീഷുകാർ പെർമിഷൻ കൊടുക്കുന്നില്ല. വീണ്ടും പ്രശ്നം കൂടുതൽ വഷളാവുകയാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് കണ്ടു. എന്താണ് മലയാളം? നിസ്സഹകരണ പ്രസ്ഥാനം വന്നിരിക്കുന്നു. ബ്രിട്ടീഷുകാരോട് ഒരു രീതിയിലും സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് വരികയാണ്. പിന്നെയോ ഗാന്ധിജി കേരളത്തിലേക്ക് വരുന്നുണ്ട്. കേരളത്തിൽ എന്താണ് സന്ദേശം കൊടുക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ വായിച്ചു. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അൾട്ടിമേറ്റ് സ്ട്രഗിളായിട്ട് മാറിയത്? നമ്മൾ ഇതുവരെ വളരെ നോർമലായിട്ടുള്ള രീതിയിൽ വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നു, സമരം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അങ്ങനെ എന്തായിട്ട് മാറുകയാണ്? ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സ്ട്രഗിളായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് മാറുകയാണ്. അതിന് നടുവിൽ നമ്മൾ ഇത് പറഞ്ഞില്ലേ, ദണ്ഡി മാർച്ച് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ദണ്ഡി മാർച്ച് വരുന്നുണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. നമ്മുടെ രാജ്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നിട്ടുള്ളത്, സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് നമുക്ക് തരുന്ന ഒരു പാഠഭാഗമാണിത്. എല്ലാവരും വളരെ ഇൻട്രസ്റ്റോടുകൂടി വളരെ കൃത്യമായിട്ട് ഒരുപാട് തവണ വായിച്ച് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം.
കുറച്ച് പേരുടെ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസും വിക്ടേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും, ഞാൻ നോക്കാം. അതും നിങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഇതേ ഹൂ ഈസ് നോൺ ആസ് കേരള ഗാന്ധിയൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു തന്നില്ലേ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പനാണ്. ഓപ്ഷൻ എ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ പാഠം വായിച്ചിട്ട് ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കം ദ ലേണർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ലേണർ ആരാണ്? നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പാഠം വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ഔട്ട്കമാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് മനസ്സിലായത് എന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത്. ആക്ടിവിറ്റീസ് കൂടി നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ പാഠഭാഗം നിങ്ങൾ 2-3 തവണ കൃത്യമായിട്ട് വായിക്കുക. സിമ്പിൾ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു.